പട്ടിയുടെ വാല് 12 കാലം കൊള്ളിട്ടിട്ട് എന്താ കാര്യം? പട്ടിക്ക് കൂടി തോന്നണ്ടേ അത് നിവർത്തിയെടുക്കണോന്ന്. ഇപ്പൊ പോകുമ്പോ ആൾക്കാര് ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. മാലയമലിക്കല്ല ഇപ്പൊ നോട്ടം. ഓ ധ്വനി മനസ്സിലായി. ഇതുവരെ മാലയായിരുന്നു നോക്കിയിരുന്നത്, ഇപ്പൊ മാലയിലേക്ക് നോക്കുന്നില്ല. ഇപ്പൊ ആരും മാലയിലല്ല നോക്കുന്നത്, അത് വാച്ചൻ അറിയാം. പിന്നെ എവിടാ വാച്ചൻ മുതലാളി നോക്കുന്നത്? ജയിലിലെ ആഹാരം വല്ലാതെ അങ്ങ് പിടിച്ചു പോയെന്ന് തോന്നുന്നല്ലോ. റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ സാറും അനുയായികളും പോക്സോ കേസിൽ എങ്ങനെയാ പെട്ടതെന്ന് വാച്ചനണ്ണൻ അറിയാവോ? സലോമിക്കിന്റെ പ്രശ്നം മനസ്സിലാവുന്നില്ല. ലവർ ഹേ കേരളത്തിൽ നിന്ന് അങ്ങനെ ആരെങ്കിലും എന്നെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? 16 വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടിയാണ് അടുത്തിരിക്കുന്നത്. ആ ബോധം വല്ലതും ഉണ്ടോ? തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. കേരളത്തിൽ നിന്ന് കാമുകന്മാരെ വല്ലതും പ്രതീക്ഷിക്കുന്നുണ്ടോ? എന്നെ ഉദ്ദേശിച്ചല്ലെന്ന്. നിങ്ങളുടെ പേരക്കുട്ടി ആകാനുള്ള പ്രായം പോലും ആ കൊച്ചിനില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. മാധ്യമപ്രവർത്തകർക്ക് ഒന്നടങ്കം നാണക്കേടായിട്ട് അവിടെ കുറെ എണ്ണങ്ങൾ ഇരുന്ന് കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ലവർ ഉണ്ടോ? 16 വയസ്സുള്ള ഒരു പെങ്കൊച്ചിന്റെ അടുത്ത് പോക്സോ കേസ് ചുമത്താനുള്ള എല്ലാ വകുപ്പും നിങ്ങളുടെ മേലായിട്ടുണ്ട്. അപ്പൂപ്പനാകാൻ പ്രായമുള്ളവൻ അടുത്തിരുന്നുകൊണ്ട് പറയുന്നു കാമുകൻ എന്നെ ഉദ്ദേശിച്ചല്ലെന്ന്. നിങ്ങൾ ആരാ, എന്താണെന്നാ നിങ്ങളുടെ വിചാരം? ഇത് കുറെ പ്രാവശ്യമായിട്ട് ഞങ്ങൾ എല്ലാവരും മാറി മാറി പറയുന്നതാ. കുറച്ച് പൈസ കയ്യിലുണ്ടെന്ന് പറഞ്ഞ് ഇത്രേ അധപ്പതിക്കരുത് മനുഷ്യൻ. നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, എത്ര കൊല്ലം കുഴലിലിട്ടാലും അതങ്ങനെ ഇരിക്കുകയുള്ളൂ, മാറില്ല. മേലാൽ ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ.